കുഞ്ചുണ്ണൂലി എന്താടോ പെൺകുട്ടികളെ വഴി തടഞ്ഞു വെച്ചൊരു സംസാരം? അഭ്യാസം അതിന്റെ മുന്നിൽ ഇറക്കണ്ട. എന്റെ അനന്തരവള അവള്, അറിയോ എനിക്ക്? ഓഹോ, അപ്പൊ താങ്കളാണോ അതിന്റെ മാമ? എന്തു പറഞ്ഞു? താങ്കളാണോ ആ കുട്ടിയുടെ അമ്മാവൻ? അങ്കിൾ, മാതുലൻ, മാമ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുകയായിരുന്നു. എന്താ നിന്റെ പ്രോബ്ലം? ഞാൻ തീർത്തു തരാം. എങ്കിൽ നന്നായി. ഞങ്ങൾ എത്ര ഡിസ്കസ് ചെയ്തിട്ടും കൺഫ്യൂഷൻ തീരുന്നില്ല. ഞങ്ങൾ രണ്ടും കൂടെ ഒന്ന് മുങ്ങി എവിടെയെങ്കിലും പോയി ഒന്ന് ജോളിയാക്കാൻ തീരുമാനിച്ചേ. അതിപ്പോ എവിടെ വേണമെന്നാ? ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോകാന്ന് പറഞ്ഞപ്പോ ആ കുട്ടിക്ക് നീരിളക്കത്തിന്റെ കംപ്ലൈന്റാ. ക്ലൈമറ്റ് പിടിക്കില്ല. ആ കുട്ടിക്ക് ഇഷ്ടം ഗുരുവാരാണത്രേ. അവിടെ ആകുമ്പോ റെയ്ഡ് ഉണ്ടാവില്ലെന്നാ ആ കുട്ടി പറയണേ. ഞാനിപ്പോ ഒരു കാര്യം എന്തായാലും തീരുമാനിച്ചു. എവിടെ പോയാലും അങ്കിളിനെയും കൂട്ടാം. പോലീസുകാർ വല്ലതും വന്നാ പറയാമല്ലോ ആ കുട്ടിയുടെ മാമയാണെന്ന്. ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം. എന്നാ പോട്ടെ കല്ലട്ടി വാസുദേവനെ. ജീപ്പെടുത്ത് മാറ്റണമോ സാർ? ഈ വീട്ടുവേഷത്തിൽ ഇത്ര തിടുക്കപ്പെട്ട് എന്റെ അച്ഛനെയും കൊണ്ട് നീ എങ്ങോട്ടാ ശങ്കരനാരായണ? അയാളൊരു കൊലപ്പുള്ളിയാണ്. ചെളുക്കെ അയാളോ? പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നാറുന്ന നാണക്കേടായ അന്തസ്സുള്ള മുഴുവൻ പോലീസുകാരുടെയും ആത്മാഭിമാനത്തിലെ തേച്ചാലും മാച്ചാലും മായാത്ത വൃത്തികെട്ട കറയാത്താൻ അദ്ദേഹത്തെ അയാളെന്ന് വിളിക്കരുത്. വിളിച്ചാൽ നാവിൽ ഞാൻ പച്ചരിമ്പി പണിത മോതിരവിടും. ഒരു കൊലക്കേസ് പ്രതിക്ക് കൊടുക്കേണ്ട മാന്യത എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഈ ചെരുപ്പുടങ്ങിട്ട് കാലം കുറെ ആയിടൂ. അതേടോ ചെരപ്പ ഇത്രയും കാലം താൻ ചെയ്തത്. കാലാകാലങ്ങളിൽ മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെയും മേലധികാരികളുടെയും പ്രിയപ്പെട്ട ക്ഷൗരക്കാരനായിരുന്നു താൻ. ഇപ്പൊ ഈ തറ വേല കാണിച്ചത് മണപ്പള്ളി സുധീരനും അവന്റെ ചേട്ടനും സുഖം കിട്ടാനും ആണെന്നും അറിയാം. പക്ഷെ മോനെ ദിനേശ, നീ പറഞ്ഞ നിന്റെ ഈ കുലത്തൊഴിലുണ്ടല്ലോ, അത് എന്റെ ദേഹത്ത് നടത്തല്ലേ. കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം, കേസ് രജിസ്റ്റർ ചെയ്യാം, കോടതിയിൽ ഹാജരാക്കി തെളിവുകളും സാക്ഷികളും നിരത്തി വെച്ച് വാദിക്കാം. എന്നിട്ട് വിധി എഴുതാനിരിക്കുന്ന തിരുമനസിന് ബോധ്യപ്പെടണം. അപ്പോഴേ അദ്ദേഹം കുറ്റവാളിയാകുന്നുള്ളൂ. SP സുധീറിന്റെ ഓഫീസിൽ ഞാൻ അച്ഛനെ കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ കൊണ്ടുപോവാണ് അദ്ദേഹത്തെ. മോനെ ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ. തടഞ്ഞാൻ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലി ചതക്കല്ല, കുത്തിക്കൊല്ലും ഞാൻ. എന്റെ അച്ഛന് വേണ്ടിയാവുമ്പോ ഞാനത് സന്തോഷത്തോടെ ചെയ്യും. തട്ടുമെന്ന് പറഞ്ഞാൽ തട്ടും. ദിനേശ, നിന്റെ കുടുംബം കോഞ്ഞോട്ടായി പോവേ. പോലീസുകാരാ, ഞാൻ ഈയിടെ എന്റെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ചു. അതിൽ എഴുതിയിട്ടുണ്ട് പോലീസുകാരെ കൊല്ലാനുള്ള യോഗം ഉണ്ടെന്ന്. അച്ഛൻ വരും.